ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. റിഫ്യൂസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മസാല ഇട്ട് വെക്കുന്ന തെരണ്ടിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാനിതിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. മസാലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ തെരണ്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. മീൻ കഴുകുന്ന സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. ഇനി ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു വലിയ പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് കേട്ടോ. അത് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിതവിടെ ഒരു പാൻ ചൂടാക്കി വെക്കുന്നുണ്ട്. ഈ പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂണിനടുത്ത് പെരുംജീരകപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം ഇത് നല്ലപോലെ ഇളം ചൂടിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ചൊന്ന് നിറം മാറി വരുന്നത് വരെ ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പം മസാലയ്ക്ക് ഇതുപോലത്തെ നിറമായി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് വറവായത് കൊണ്ടിട്ട് തന്നെ ഞാനിതും അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഞാനിന്ന് മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. ആ ചട്ടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി നല്ലപോലെ ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിൻ്റെ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ട്, അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ചും ചട്ടിയിൽ വെക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഉണ്ടാവുക. അപ്പം ഞാനിത് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നല്ലപോലെ തിളപ്പിക്കാനായിട്ട് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. 5 മിനിറ്റ് ആയപ്പോഴേക്കും കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കറി പതയ്ക്കുന്ന പുക കാരണം കേട്ടോ സ്ക്രീനിലേക്കൊന്നും കാണാത്തത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രത്തിലുണ്ടായിരുന്ന എല്ലാ മീനും ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
അതിനുശേഷം നമുക്ക് മൂടി വെക്കാം. മസാല ഇങ്ങനെ വറുത്തുകൊണ്ടിട്ട് ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. ഇനി തെരണ്ടി കിട്ടുന്ന സമയത്ത് തെരണ്ടി എന്നല്ല ഏത് മീനും നമുക്ക് മസാല ഇട്ടിട്ട് ഇതുപോലെ വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇളയ തെരണ്ടി ആയതുകൊണ്ടിട്ട് തന്നെ അധിക നേരം വേവിക്കണമെന്നൊന്നുമില്ല കേട്ടോ. മീനിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ നല്ലപോലെ വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വെന്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റാം. കറി വെക്കുന്ന സമയത്ത് തന്നെ വറവിട്ട് വെച്ചതിനാൽ ഇനി ഇത് വറവിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതാ ഈ ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ചട്ടിയിലായതുകൊണ്ടിട്ട് തന്നെ ഇതിലുള്ള വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റി വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.